കറക്റ്റ് എൻ്റെ മണ്ടേ കൂടെ ഗോൾഡാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിത് ഇവിടെ നമുക്കിവിടെ ഒരു ഐസിൽ കുറേ കയ്യിലായി. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം തുടക്കം അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. എങ്കിൽ കൂടി ദിവസം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ കടന്നു പോയത്. അതുകൊണ്ട് തന്നെ തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവൂ എന്ന് പറയണില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. നൂഡിൽസും ഫ്രൈഡ് റൈസും ഒന്നും രാവിലെ കഴിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ടേസ്റ്റും നമുക്ക് ഓക്കെയാണ്, അത്യാവശ്യം ഫില്ലിങ്ങുമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ആദ്യം പോയത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കേക്ക് ക്ലോക്ക് ടെമ്പിളിലോട്ടാണ് കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇത് ക്ലോസ്ഡ് ആണോ എന്ന് സംശയം ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് രാവിലെ തന്നെ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഈ കേക്ക് ക്ലോക്ക് ടെമ്പിൾ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോലെ തന്നെ അറിയാണ്ട് വേറൊരു ടീമും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോസിലൊക്കെ കണ്ട് ഞാൻ അത്രയും കാണാൻ ആഗ്രഹിച്ചൊരു ടെമ്പിളായിരുന്നു കേട്ടോ ഇത്. എന്തോ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ടെമ്പററി ക്ലോസ്ഡ് ആണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. 2024 ഒക്ടോബറിൽ ഇവിടെ ഉണ്ടായ ഫ്ലഡിൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ റോക്ക് ഫോളിങ്സ് കാരണമുള്ള സേഫ്റ്റി കൺസേൺസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ടെമ്പിൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും അത് റീഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സാംപോട്ടോങ് ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ 3 ടെമ്പിൾസ് അടുത്തടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സാംപോട്ടോങ് ടെമ്പിളിലേക്കാണ്. 1950 കാലഘട്ടത്തിൽ നിർമ്മിച്ചൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ടെമ്പിൾസൊക്കെ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള മോങ്കുമാർ കണ്ടെത്തിയിട്ടുള്ള ടെമ്പിൾസാണ് കൂടുതലും. ആദ്യകാലങ്ങളിൽ അത് മെഡിറ്റേഷനായിട്ട് ഉപയോഗിക്കും, പിന്നീട് അതൊരു ടെമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പോയ എല്ലാ ടെമ്പിൾസിലും മിക്ക സ്ഥലങ്ങളും നമ്മൾ മങ്കീസിനെ കാണും കേട്ടോ. ഈ മങ്കീസൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതാണ്. അത് കണ്ട് ശീലമുള്ള മങ്കീസൊക്കെ ആണെങ്കിലും അവ അത്യാവശ്യം അഗ്രസീവൊക്കെയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. വേറെ വലിയ ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ടെമ്പിൾസൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയിരുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഒക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഈ ടെമ്പിൾസിൽ നിന്നൊക്കെയുള്ള ഈ റോക്ക് ഫോളിങ് വലിയൊരു സേഫ്റ്റി കൺസേൺ ആണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെയാണ് ഇവിടുത്തെ ടെമ്പിൾസൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്ലോസ് ചെയ്ത ടെമ്പിൾസൊക്കെ അങ്ങനത്തെ ഇൻസിഡൻസിനെ തുടർന്നിട്ടാണ് കേട്ടോ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം പോയിട്ടുള്ള കേക്ക് ക്ലോക്ക് ടെമ്പിളിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫ്ലഡിൻ്റെ ഇഷ്യൂസും പിന്നെ റോക്ക് ഫോളിംഗ് ഒക്കെ കാരണമാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വിൻസിൻലിംഗ് ലീഷർ ആൻഡ് കൾച്ചറൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് കേട്ടോ ഇവിടെ. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച് വന്നതായിരുന്നു. പക്ഷേ അതും ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2024 ഏപ്രിൽ അവിടെ ഉണ്ടായൊരു റോക്ക് ഫോളിങ്ങിൽ 44 വയസ്സുള്ള ഇവിടുത്തെ ഒരു ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡ് മരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ആ സ്ഥലം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു ടെമ്പിളല്ല, ഒരു കൾച്ചറൽ വില്ലേജാണ്. പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസൊക്കെ നോക്കി നോക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതും ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ 2 സ്ഥലങ്ങളും ടെമ്പററി ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതെന്നാണ് ഓപ്പൺ ആവുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു യാതൊരു വിവരം നമുക്ക് ലഭ്യമല്ല കേട്ടോ. ഇവിടെ ഒരുപാട് ലൈംസ്റ്റോൺ കേവ് ടെമ്പിൾസ് ഉണ്ടെങ്കിലും ഓരോ ടെമ്പിൾസും ഓരോ പോലെയാണ്. ലൈംസ്റ്റോൺ കേവ്സും അതുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ആണ് കേട്ടോ നമ്മളിവിടെ മെയിനായിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ഈ ടെമ്പിളിൽ നമ്മൾ വന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളും മറ്റേ ബുദ്ധൻ്റെ പ്രതിമയും വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെന്നെത്തുന്ന ഒരു ടർട്ടിൽ പോണ്ടിലോട്ടാണ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതേ അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ഗിരിലിട്ടിട്ടുള്ള ഏരിയ കാണില്ലേ, അതാണ് ഇവിടുത്തെ ടർട്ടിൽ പോണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ. ആ ടെമ്പിളിന് അകത്തോട്ടൊന്നും നമുക്ക് എൻട്രി ഒന്നുമില്ല, അത് ക്ലോസ്ഡ് ആണ്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ ഒരു അതിൻ്റെ ചുറ്റും ഭയങ്കര മലകളാണ്, നല്ല പച്ചപ്പാണ്. അപ്പോൾ അതിനിടയിൽ ആ ടെമ്പിൾ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ ടെമ്പിൾ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. നമ്മൾ ഈ പണ്ടത്തെ ഈ നേപ്പാളി സിനിമയിലൊക്കെ കാണുന്ന ബുദ്ധിസ്റ്റ് ടെമ്പിളുടെയൊക്കെ അതേപോലെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു അവിടെ. ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ പോണ്ട് എന്ന് പറയില്ലേ, ഇവിടെ കണ്ടോ, ഇതാണ് കണ്ടോ. ഇവിടെ ഇഷ്ടംമാതിരി ആമകളാണ്, കുട്ടി കുട്ടി ആമകളാണ്. അപ്പോൾ ഇതിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഈ ടെമ്പിളിൻ്റെ എൻട്രിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് വരാം. ഇതൊരു നല്ല രസമുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിട്ട് തോന്നും. ആ ആമകൾ വന്നിട്ട് ഈ
ഫുഡ് നമ്മൾ ഒരു ചെറി ടൊമാറ്റോ ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ അത് കഴിക്കണതാണ് നല്ല രസമാണ്. നമ്മൾ ഒരുപാട് നേരം അതൊക്കെ അവിടെ കണ്ടിരുന്ന് പിന്നെ ഈ ടെമ്പിളിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ചുറ്റും ഫുൾ ഗ്രീനറിയാണ്. അതിനിടയിൽ ആ ചുവപ്പ് കളറിലുള്ള ആ ഒരു കളർ കോമ്പിനേഷനിലുള്ള ആ ടെമ്പിൾ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് തല കറങ്ങുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളെ ചുറ്റും ഒന്ന് ഫുള്ളായിട്ട് റൗണ്ട് അടിച്ച് കാണിക്കുവാണ്. ഈ പിങ്ക് കളറിൽ കാണുന്നത് ക്യാൻഡിൽസ് ആണ് കേട്ടോ. ലോട്ടസ് ക്യാൻഡിൽസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ നമ്മൾ മിക്ക ടെമ്പിൾസിലും ഓഫറിങ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഉള്ളിലും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. ചില ടെമ്പിളിൽ നമുക്ക് പുറത്ത് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ഉള്ളിൽ വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഉള്ളിലും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഫുഡ്. ടർട്ടിലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറി ടൊമാറ്റോ ആണോ തോന്നുന്നു. അതുപോലെ തന്നെ ഫിഷിന് കൊടുക്കാനുള്ള ഫുഡും അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനൊരു പോണ്ട് ഉണ്ട്. അതിൽ നിറയെ മീനുകളുണ്ട്. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടുത്തെ ഈ ടെമ്പിൾസൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ചൊരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ടെമ്പിളിലോട്ട് പോയത്. നെക്സ്റ്റ് ടെമ്പിൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് നാംതിയാൻ ടോൺ ടെമ്പിളിലോട്ടാണ്. ഞങ്ങളിവിടെ ഇപ്പോഴേക്ക് എത്തിയതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ സ്റ്റോറിയും കൂടി പറയേ. 2025 ഓഗസ്റ്റിലാണ് ഞാൻ സിംഗപ്പൂരിലോട്ട് വരുന്നത്. സെപ്റ്റംബറിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആ ബർത്ത്ഡേയുടെ അനുബന്ധിച്ച് നമ്മളൊരു ടൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ തായ്ലൻഡിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ല വെച്ചാൽ പോയി കാണും. അപ്പോൾ അങ്ങനെ തായ്ലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിംഗപ്പൂരിൽ എയർപോർട്ടിൽ ഇരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. തായ്ലൻഡിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരമൊക്കെ നമ്മുടെ എയർപോർട്ടിൽ ചുറ്റി കറങ്ങിയതിന് ശേഷം പിന്നെ ഗേറ്റ് നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഗേറ്റിൻ്റെ മുമ്പിൽ വലിയൊരു ക്യൂ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് നമ്മുടെ ഫ്ലൈറ്റിനുള്ള ക്യൂ ആണെന്ന് വിചാരിച്ച് നമ്മൾ വേഗം ഓടിപ്പോയി അവിടെ നിന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫാണ് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പോഴേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നാണ് പറഞ്ഞത് പോലും നമുക്കപ്പോൾ മനസ്സിലായില്ലല്ലോ. എന്തായാലും നമ്മൾ ഫുക്കറ്റിലോട്ടായിരുന്നു പോകാനുണ്ടായിരുന്നത്. അതുകൊണ്ട് അതല്ല എന്നുള്ളത് തന്നെ നമ്മളവിടെ മാറി വന്നിരുന്നു. അപ്പോഴാണ് നമ്മളവിടെ ബോർഡിൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് കാണിക്കുന്നത് കേട്ടോ. മലേഷ്യയിലൊരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അതുവരെ അങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് നമ്മൾ ഈ ഇപ്പോനെ പറ്റിയിട്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇപ്പോടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നു. എന്തെങ്കിലും പോകാമെന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്തു. 6 മാസത്തിൽ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈവൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്തും നമുക്ക് ഇപ്പോഴോ മലേഷ്യയോ ഒന്നും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടായിരുന്നത്. പിന്നെ അതൊന്നും നടക്കാതെ വീണ്ടും കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഈ ട്രിപ്പിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോഴെത്തിയ കഥ. ഒരു സംഭവബഹുലമായ കഥയൊന്നും അല്ലെങ്കിലും പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ സംസാരിച്ചപ്പോഴും അധികം ആളുകളൊന്നും ഇപ്പോൾ വിസിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കൂടുതൽ ആളുകളും കാമറൂണും അതുപോലെ തന്നെ കോലലംപൂരൊക്കെയാണ് കറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കാമറൂൺ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ കുറച്ച് ഒരു 56 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോഴോട്ടുള്ളൂ. സോ ഇപ്പോൾ കൂടി നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇപ്പോഴും. സിംഗപ്പൂരിൽ നിന്ന് ഇപ്പോഴോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഡിസംബറിൽ ഫ്ലൈറ്റ് ചാർജൊക്കെ വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ബസ്സിന് വന്നത്. ഫ്ലൈറ്റാണ് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. വെറും 1 hour ജേർണി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഞങ്ങൾ മൊത്തത്തിലൊരു 5 days ട്രിപ്പാണ് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്കിതൊരു 3 to 4 days ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. 3 days ആകുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ്ലി പാക്ഡ് ആവുമെന്ന് മാത്രം.
ഞാൻ ആദ്യമായിട്ട് ലൈംസ്റ്റോൺ കേവ് കാണുന്നത് ആൻഡമാനിൽ ട്രിപ്പ് പോയ സമയത്താണ് കേട്ടോ. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ ഒരു ബോട്ടിലൊക്കെ പോയിട്ട് വേണം നമുക്ക് ഈ കേവിനകത്തോട്ട് എത്താനായിട്ട്. ആ ബോട്ട് യാത്ര ഭയങ്കര അടിപൊളിയാണേ. എന്നാൽ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് ഇവിടുത്തെ കേവ്സാണ് കേട്ടോ. നമ്മൾ 3rd ഡേ, അതായത് നെക്സ്റ്റ് ഡേ ഒരു കേവ്സിൽ പോകുന്നുണ്ട്. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കേവാണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അങ്ങനെ നമ്മൾ ഈ ടെമ്പിളിൽ നിന്നും പുറത്തിറങ്ങി കേട്ടോ. ഇതാ ഇവിടെ ഒരു ചെറിയൊരു കുട്ടി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ പുറത്തുള്ള കാഴ്ചകളും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ടെമ്പിളിൽ പോയത്. അവിടെ നമ്മൾ ഉള്ളിലൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉള്ളിൽ ഷൂട്ട് ചെയ്യണ്ട, പുറത്ത് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കിടക്കുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമയ്ക്കുള്ളൊരു ടെമ്പിളായിരുന്നു കേട്ടോ അത്. നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലിങ് ടോങ്സെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളിലാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റെയിനി സീസണിൽ ഇവിടേക്ക് വരാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. സേഫ്റ്റീസ് കൺസേൺസ് കാരണം ഇവിടുത്തെ ഈ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും ഹെവി റെയിനുള്ള സമയത്ത് എൻട്രി ഉണ്ടായിരിക്കില്ല. ഞങ്ങൾ വന്ന ഈ 3 ദിവസം ഇവിടെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ദിവസം മാത്രമാണ് ചെറുതായിട്ട് വൈകിട്ടൊന്ന് മഴ പെയ്തത്. അതും ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 ദിവസം നല്ല വെയിൽ തന്നെയായിരുന്നു കേട്ടോ. ഏകദേശം സിംഗപ്പൂരിലെ അതേ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പർട്ടിക്കുലർലി നമുക്ക് ഈ സമയത്താണ് ഇവിടെ കൂടുതലായിട്ട് മഴ പെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മഴയൊക്കെ പെയ്യാറുള്ളത്. എന്നാൽ കൂടി നമ്മൾ വന്ന സമയം ഭയങ്കര നല്ല ടൈമായിരുന്നു. നമ്മുടെ ഡ്രൈവറേട്ടനും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോയി കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ 3 ടെമ്പിൾസും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ടാസിക് സെറാമിൻ കാണാനാണ് കേട്ടോ. ടാസിക് സെറാമിൻ എന്ന് പറഞ്ഞാൽ മിറർ ലേക്ക് എന്നാണ് അർത്ഥം. ഈ പേര് പറയുന്ന പോലെ തന്നെ ആ ലേക്കിന് ചുറ്റുമുള്ളതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ഈ ലേക്കിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടാണ് അതിനെ മിറർ ലേക്ക് എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് ടാസിക് സെറാമിൻ 1 കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ എൻട്രൻസിൽ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു 90 മീറ്റർ ഈ കാണുന്ന വഴിയിലൂടെ നടന്ന് ചെല്ലണം. അപ്പോഴാണ് നമ്മൾ ലേക്കിൻ്റെ അടുത്തെത്തുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് ടൈമിങ്. അപ്പോൾ നിങ്ങൾ 9 മണി സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ റഷൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണിക്കും 11 മണിക്കും ഇടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിഫ്ലക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം ഒരു ഉച്ച സമയത്താണ്. 1 മണി 2 മണി ടൈമിലാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിഫ്ലക്ഷൻസ് ഒന്നും അങ്ങനെ കാണാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈംസ്റ്റോൺ എന്നാണ് നമ്മൾ മാർബിൾസ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മെറ്റമോർഫിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഇത് മാർബിളായിട്ട് മാറുന്നത്. അതായത് ഹൈ പ്രഷറിലും ഹൈ ഹീറ്റിലും അത് റീക്രിസ്റ്റലൈസേഷൻ നടന്നിട്ടാണ് മാർബിൾസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈംസ്റ്റോൺസും അതുപോലെ മാർബിൾസ്, പിന്നെ ബ്ലാക്ക് റോക്ക്, അതായത് അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള റോക്കാണ് ബ്ലാക്ക് റോക്ക്. അത് ഈ ലൈംസ്റ്റോൺ ഹിൽസിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നടന്നു വരുന്ന വഴിക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടുന്ന് ബോട്ടിലുള്ള ടിക്കറ്റ് എടുക്കണം. മലേഷ്യൻ സിറ്റിസൺസ് അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അഡൾട്ടിന് 30 റിംഗറ്റാണ് ടിക്കറ്റിന് ചാർജ് ആവുന്നത്. ഈ ലേക്കിലെ വാട്ടർ സ്റ്റിൽ വാട്ടറാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിവിടെ റിഫ്ലക്ഷൻസ് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഈ ലേക്ക് എന്ന് പറയുന്നത് ഒരു റിവറിൻ്റെ ഒന്നും പാർട്ടല്ല. ഇതിലെ വാട്ടർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടറും റെയിൻ വാട്ടറും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ഈ ലേക്കിന് ചുറ്റുമായിട്ട് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ലൈംസ്റ്റോൺ ഹിൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിൻഡൊന്നും ഈ വാട്ടറിൽ വെള്ളത്തിനെ മൂവ് ചെയ്യിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്റ്റിൽ വാട്ടറാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ റിഫ്ലക്ഷൻസ് കാണാനായിട്ട് പറ്റുന്നത്. അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ബോട്ടിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബോട്ടിലോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. ഒരു ബോട്ടിൽ ഏകദേശം ഒരു 7 to 8 ആൾക്കാർക്കാണ് കേട്ടോ കയറാനായിട്ട് പറ്റുക. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ നമ്മുടെ പേര് വിളിക്കും. അങ്ങനെ അപ്പോഴാണ് നമ്മൾ ബോട്ടിൽ വന്ന് കയറുക. ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു വെയിറ്റിംഗ് ടൈമൊക്കെയാണ് നമുക്ക് വരുന്നുള്ളൂ. ഇവിടെ 2 ലേക്സ് ആണുള്ളത്. ഒന്ന് ടാസിക് സെറാമിൻ 1ഉം പിന്നെ ഒന്ന് ടാസിക് സെറാമിൻ 2ഉം. കോറിങ്ങിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ലേക്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഈ 2 ലേക്കിലോട്ടുള്ള എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് കുനിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാസിക് സെറാമിൻ 1 വിസിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ടാസിക് സെറാമിൻ 2 വിസിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുകൂടി നല്ലത്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ടാസിക് സെറാമിൻ 2ലോട്ടാണ്. അവിടെ നമുക്കൊരു ടണലിലൂടെ ഉള്ളൊരു ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുനിയാനൊന്നും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ടാസിക് സെറാമിൻ 2 ആണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു ലേക്ക് മാത്രം വിസിറ്റ് ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാസിക് സെറാമിൻ 2 വിസിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്.
നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാസിക് സെറാമിക് 2 കാണാൻ പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്ത ടാക്സി ചേട്ടൻ റെക്കമെൻഡ് ചെയ്തൊരു ഹോട്ടലും കൂടിയായിരുന്നു കേട്ടോ അത്. നമുക്ക് അവിടെ നിന്ന് വൈറ്റ് കോഫി കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈറ്റ് കോഫി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഹോട്ടും കിട്ടും, നമുക്ക് കോൾഡും കിട്ടും. അപ്പോൾ ഉച്ച സമയമാണ്, നല്ല വെയിലൊക്കെ ആയിട്ട് ഭയങ്കര ടയർഡായതുകൊണ്ട് തന്നെ ഞങ്ങൾ കോൾഡ് കോഫിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടയർഡാണ് ഗൈസ്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇപ്പോൾ വൈറ്റ് കോഫി എന്ന് പറയും. ഇതിപ്പോൾ ഹോട്ടാണ്, നമ്മൾ കോൾഡാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിത് ഇവിടെ നമുക്ക് ഒരു ഐസിൽ കുറേ കയ്യിൽ ആഡ് ചെയ്യും. ഹോ, ആ തണുത്ത കോഫി കുടിച്ചപ്പോഴൊരു ആശ്വാസം പറയാൻ വയ്യ കേട്ടോ. നമ്മൾ കോഫി ഓർഡർ ചെയ്തിട്ട് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുഡ് വന്നത്. എന്തായാലും നമ്മൾ ടാസിക് സെറാമിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നൈറ്റ് മാർക്കറ്റ് കാണാനാണ് ഇന്നത്തെ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4-5 ദിവസമായല്ലോ നമ്മൾ നമ്മുടെ ഒരു നോർമൽ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഏകദേശം മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയത് ടാസിക് സെറാമിക് 2 കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിനി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ടാസിക് സെറാമിക് 1ഉം 2ഉം അല്ലാതെ പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളെന്ന് പറഞ്ഞിട്ട് ഈ പെറ്റിംഗ് സൂവ്, അതുപോലെ സ്നേക്ക് മൗത്ത് കേവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പെറ്റിംഗ് സൂ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ എഴുതി വെച്ചിട്ടില്ല, ഇതാണ് സ്നേക്ക് മൗത്ത് കേവ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വിസിറ്റ് ചെയ്യുന്നത് ടാസിക് സെറാമിക് 1ഉം 2ഉം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ആ പെയിൻറ്റിങ് സൂ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല, ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ഇനി ടാസിക് സെറാമിക് 2 പോകുന്നത് കേട്ടോ. ഇവിടെയും ടിക്കറ്റ് സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് വിളിക്കും. അപ്പോഴാണ് നമ്മൾ ബോട്ടിലേക്ക് കയറാനായിട്ട് ചെല്ലേണ്ടത്. ബോട്ടിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ലഗേജൊക്കെ നമുക്ക് അവിടെ ഒരു ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ ഒപ്പം നമുക്കൊരു ഹെൽമെറ്റും കൂടിയും തരും. കാരണം നമ്മളൊരു റോക്ക് ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോവുക. അപ്പോൾ നമ്മുടെ തല മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽമെറ്റും കൂടി ഇവിടെ തരും കേട്ടോ. ഇവിടെ നമുക്കൊരു 10 മിനിറ്റൊക്കെ തന്നെയാണ് കേട്ടോ വെയിറ്റിംഗ് ടൈം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിലാണ് വെയിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ബോട്ട് റൈഡ് ചെയ്തായിരുന്നു ഒരു ചെറുപ്പക്കാരനായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളി. നമ്മൾ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ പേര് മറന്നുപോയി. അപ്പോൾ പുള്ളി നന്നായിട്ട് നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളിത് ബോട്ടിൽ കയറി. ഇതാണ് എല്ലാവരുടെ തലയിലും കണ്ടില്ല ഒരു ഹെൽമെറ്റ്. കാരണം എന്താ വെച്ചാൽ തുടക്കം തന്നെ ഈ ഒരു 100 മീറ്റർ റോക്ക് ടണലാണ്. അപ്പോൾ നമ്മുടെ തല തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഹെൽമെറ്റ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന അത്ര വെളിച്ചം ഒന്നുമില്ല കേട്ടോ, നല്ല ഇരുട്ടാണ്. നമ്മൾ ടോർച്ച് അടിച്ചിട്ടാണ് ഫ്രണ്ടിലേക്കുള്ളത് കാണുന്നത്. പിന്നെ ചില സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ താഴത്തോട്ട് വീഴും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, കുനിയാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ടാസിക് സെറാമിക് 1 ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ടാസിക് സെറാമിക് 2 ആണ് കേട്ടോ ഒന്നുകൂടി നല്ലത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ടാസിക് സെറാമിക് 2 ആണ്. ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഈ യാത്ര എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ടണൽ കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ നമ്മൾ ആ ലേക്കിലേക്ക് തുറക്കുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണാം, നിങ്ങൾ കാണൂ. കറക്റ്റ് എൻ്റെ മണ്ടേ കൂടെ This is a natural lake. I can say it's 100% natural or 100% man-made. Because here is a iron ore mining place before. Okay. So they mine iron deep enough until they found a water spring inside. Oh, okay. That's why it became a lake. So it's half of the human fault
So I can say it's a 100% natural or 100% man-made. ഈ ടണൽ യാത്ര തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയൊക്കെ ടാസിക് സെറാമിൻ മണ്ണിൻ്റെ സെയിം തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിന് ചുറ്റുമായിട്ട് നമ്മുടെ ലൈം സ്റ്റോൺ ഹിൽസാണ് ഉള്ളതൊക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആഴം ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അടുത്ത് ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ലഗേജൊക്കെ അവിടെ ലോക്ക് ചെയ്യാനായിട്ട് പറയുന്നത് എന്നാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ ലേക്കിലെ വെള്ളം ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ വെള്ളം ഭയങ്കര സ്റ്റില്ലാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ലേക്ക് കംപ്ലീറ്റ് കറങ്ങിയതിന് ശേഷം തിരിച്ചു പോരാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഹോട്ടലിലോട്ടാണ് കേട്ടോ. പിന്നെ ഹോട്ടലിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ നൈറ്റാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. നൈറ്റ് നമ്മളൊരു നൈറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ചെത്തി കേട്ടോ. ഇപ്പോൾ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വിസിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. മാക്സിമം ഒരു 9 മണി 11 മണിയുടെ ഇടയിൽ തന്നെ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലോട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഇതേ നൈറ്റാണ് കേട്ടോ പുറത്തിറങ്ങിയത്. ഇതൊരു നൈറ്റ് മാർക്കറ്റിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ അത്ര ടൈം ആവുന്നേ ഉള്ളൂ. സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു 9 മണി ആ ടൈമിലൊക്കെയാണ് ഇങ്ങോട്ട് എത്തിയത്. ഒരു 11 മണിക്ക് ശേഷമാണ് എല്ലാ സ്റ്റാൾസൊക്കെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ അത്തറിൻ്റെ ഷോപ്പുകൾ ഒരുപാടുണ്ട്. ഈ സ്ട്രീറ്റിലും ഉണ്ട്. പിന്നെ സ്ട്രീറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെ ഒരുപാട് അത്തറിൻ്റെ ഷോപ്പുകളുണ്ട്. പിന്നെ ഡ്രസ്സുകൾ തന്നെ സാധാരണ പോലെ ഡ്രസ്സുകളും ബാക്കിയുള്ളതൊക്കെ. പിന്നെ നമ്മൾ ഫുഡ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ സ്ട്രീറ്റിലായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ സലൂൺസിലും അത് ആ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡ് മസാജ് പറഞ്ഞാൽ റിഫ്ലക്സ് ഫുഡ് മസാജസ് ആണ്. അതായത് നമ്മുടെ പ്രഷർ പോയിൻറ്റ്സിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള ടൈപ്പ് ഫുഡ് മസാജസ് ആണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളും അവിടുന്ന് പിന്നെ ഒരു അത്തറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വളരെ സട്ടിലായിട്ടുള്ള ഒരു സ്മെല്ലുള്ള ഒരു അത്തർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഈ ബേക്കറി ഷോപ്പുകളൊക്കെയാണ്. ഇവിടുത്തെ ചില ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതൊക്കെ വിൽക്കുന്ന ബേക്കറി ഷോപ്പുകളും പിന്നെ ഹോക്കർ സെൻറ്റേഴ്സുമാണ് മെയിനായിട്ട് നമ്മൾ ഈ സ്ട്രീറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നല്ല കഴിച്ചത്. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ലിറ്റിൽ ഇന്ത്യയിലോട്ട് പോയി അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. നമുക്കൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര കൊതി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട്, അതായത് ഇപ്പോൾ 3rd ഡേയുടെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.